ശ്രീമതി മഹിജയുടെ ബന്ധുക്കളുമായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ശ്രീ കെ.വി. സോഹനും ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി.പി. ഉദയഭാനുവും സർക്കാർ നിർദ്ദേശിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവരുമായി കൂടിയാലോചനകൾ നടത്തി ചില ധാരണകളിലെത്തുകയും അക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. മഹിജയുടെ സമരം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണിത്. ഇനി ഇതേ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഈ വിവരാവകാശ രേഖ കൂടി കാണുക. സമരം അവസാനിപ്പിക്കാനുണ്ടാക്കിയ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നുവെന്നും അതിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നുമായിരുന്നു ചോദ്യം. എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകിയിരിക്കുന്നത്. സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇടപെടലുകൾ നടത്തി. ഇത് സംബന്ധിച്ച് എഴുതി സൂക്ഷിച്ചിട്ടുള്ള രേഖകളൊന്നുമില്ല. പകൽ വെളിച്ചത്തിൽ ഈ കുടുംബത്തെ കബളിപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ വിവരാവകാശ രേഖകൾ എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ വിവരാവകാശ രേഖയല്ല, നിയമസഭയെ കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരമായിരുന്നു മഹിജയും കുടുംബവും സമരം അവസാനിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.